10x Properties, your trusted real estate partner in the region. ബർദുബായിലെ ഒരു പള്ളിയുടെ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ പ്രാർത്ഥനാ നിർഭരമായ ചിത്രം. ഓരോ നോമ്പുകാലത്തും നമ്മുടെ കൺമുന്നിലേക്ക് എത്തുന്ന ആ വൈറൽ ചിത്രം ഒരു ഫീമെയിൽ ഫോട്ടോഗ്രാഫറുടേതാണ്, ദീപ ഗിരീഷ്. ആ നോമ്പിന്റെ ഫോട്ടോ എന്ന് പറയുന്നത് എൻ്റെ എന്താ പറയാ, അത് ഒരു ദിവസം ഞാനിങ്ങനെ എല്ലാ ഇവന്റ്സും എന്തൊക്കെയാണോ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുക അതിനെല്ലാറ്റും പോകാറുണ്ട്. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് എന്നത് മാത്രം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം ഞാനും എൻ്റെ ഫ്രണ്ട് ഉണ്ട് ഷാസ് എന്ന് പറഞ്ഞിട്ട്, ഞങ്ങൾ രണ്ടുപേരും ഒരേ സമയത്താണ് ഈ ഫീൽഡിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഒരുമിച്ച് ഒരു സ്ഥലത്തേക്ക് പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നോമ്പിൻ്റെ സമയത്ത് നോമ്പിൻ്റെ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് പോകുന്നു. എന്നിട്ട് അവിടെ ബർദുബായിലൊരു മോസ്ക് ഉണ്ട്, അതിൻ്റെ താഴെ ആളുകൾ ഇരുന്നിട്ട് ഇഫ്താർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാലാണ് നമുക്കതിൻ്റെ നല്ല വ്യൂ കിട്ടുക. അപ്പോൾ അങ്ങനെ നമ്മൾ ചുറ്റുമുള്ള ഓരോ അവിടെ സെക്യൂരിറ്റിയുടെ പോയി ചോദിച്ചു കഴിഞ്ഞിട്ട് നമുക്കൊരു പെർമിഷൻ കിട്ടുക എന്ന് പറയുന്നത് നല്ല റിസ്ക് ഉള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ അങ്ങനെ മീൻസ് നമ്മൾ കൈയും കല്ലൊക്കെ പിടിച്ച് അങ്ങനെ നമ്മൾ അതിൻ്റെ മുകളിൽ കയറി അങ്ങനെ എടുത്ത പിക്ചറായിരുന്നു അത്. HR-ലെ നല്ല ജോലി രാജിവെച്ച് ഫോട്ടോഗ്രാഫിയിലേക്ക് ഇറങ്ങുമ്പോൾ ദീപയ്ക്ക് ഉറപ്പായിരുന്നു തന്റെ ഫോക്കസ് ഒരിക്കലും തെറ്റില്ലെന്ന്. കുടുംബത്തിന്റെ പിന്തുണ കൂടിയായപ്പോൾ ഇത് തന്നെ വഴിയെന്ന് ഉറപ്പിച്ചു. എനിക്ക് ഫോട്ടോഗ്രാഫി എനിക്ക് അങ്ങനെ, അതായത് ഒരു സുപ്രഭാതത്തിലൊക്കെ നമുക്ക് തുടങ്ങാം എന്നുള്ളൊരു സംഗതി ആയിരുന്നില്ല. എനിക്കത് എൻ്റെ ചൈൽഡ്ഹുഡിൽ തന്നെ ഉണ്ടായിരുന്ന ഡ്രീമായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഞാൻ അതിലേക്ക് വരികയും പിന്നീട് ഞാൻ ഇവൻറ്റ്സ് കവർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിലൊരു ഓപ്പർച്യൂണിറ്റി ഞാൻ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു പാഷൻ തന്നെ പ്രൊഫഷനാക്കി എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഫുൾ ടൈം ആയിട്ട് വരാൻ കാരണം. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയോടാണ് താല്പര്യം. അതത്ര എളുപ്പമല്ല. ചലഞ്ചസ് പലതരത്തിലുണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ സ്ട്രഗിൾ ചെയ്തത് സ്പിറ്റി വാലി പോയപ്പോഴായിരുന്നു. സ്നോ ലെപ്പേർഡിനെ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു ഹയർ ആൾട്ടിറ്റ്യൂഡാണ് നമ്മൾ പോകുന്നത്. വെതർ കണ്ടീഷൻ വളരെ ബാഡായിരുന്നു. കാരണം -30 ഒക്കെ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കവിടെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഫോട്ടോ എടുക്കുക, അതായത് നമ്മൾ കുറേ നേരം, അതായത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ നമ്മൾ അത്യാവശ്യം ക്ഷമ വേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ ഒരുപാട് സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം, ആ മൊമെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. പിന്നെ സ്നോ ലെപ്പേർഡ്സ് എന്ന് പറയുന്നത് നമ്മൾ തൊട്ടടുത്തൊന്നുമല്ല, ഒരു മലയുടെ അപ്പുറത്തുനിന്ന് വേറെ മൗണ്ടൈൻ്റെ അടുത്താണ്. അപ്പോൾ നമുക്ക് അവിടെ കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം. ചിലപ്പോൾ അത് കിടന്ന് ഉറങ്ങായിരിക്കും. അപ്പോൾ അതൊന്ന് ആക്റ്റീവ് ആയി കഴിഞ്ഞാലാണ് നമുക്ക് നല്ല ഫോട്ടോസ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ട്രെക്ക് ചെയ്ത് പോകേണ്ടി വരും, അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ അവിടെ ആ ഒരു വെതർ കണ്ടീഷൻ എന്ന് പറയുന്നത് വളരെ മോശമായിരുന്നു. അപ്പോൾ അത് കാരണം തന്നെ വളരെയധികം സ്ട്രഗിൾ ചെയ്തു. നമ്മൾ അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാനും പിന്നെ അങ്ങനത്തെ പിന്നെ ഹയർ ആൾട്ടിറ്റ്യൂഡിൻ്റെ സിക്നസ്സും ഒക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ചുറ്റുമുള്ളതെല്ലാം കണ്ണു തുറന്ന് കാണാൻ പഠിപ്പിച്ചത് അച്ഛനാണ്. പ്രകൃതിയോടുള്ള ഇഷ്ടം അങ്ങനെ വന്നതാണ്. എനിക്ക് ഫോട്ടോഗ്രാഫി എന്നുള്ള ഒരു കല, മീൻസ് ആർട്ടിനോടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഓരോരുത്തർ പറയുന്ന പോലെ എനിക്ക് ഇന്ന ആളെ കണ്ടിട്ടാണ് വന്നത്, അങ്ങനെയൊന്നുമല്ല. പിന്നെ ഈ നാച്ചുറിനോടുള്ള ഇഷ്ടം ഉണ്ടാക്കിയെടുത്തത് എൻ്റെ അച്ഛനാണ്. എൻ്റെ അച്ഛന് കൃഷിയായിരുന്നു, ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ കൂടെ മീൻസ് കൃഷി സ്ഥലത്തേക്ക് പോവുകയും മീൻസ് അച്ഛൻ്റെ കൂടെ ആയിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് അതങ്ങനെ മീൻസ് അച്ഛനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും, ഇത് ഇന്ന പോലെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് ഇൻസ്പിറേഷൻ അച്ഛൻ്റെ ഒരു കൈ എന്തായാലും അതിലുണ്ട്. കാരണം അച്ഛനായിരുന്നു എൻ്റെ ഒരു സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. ദീപയുടെ വഴിയെ ക്യാമറ എടുത്ത് മകനുമുണ്ട്. മോൻ ഋത്വേദ് ഗിരീഷ് കുമാർ. അവൻ 9th സ്റ്റാൻഡേർഡിൽ ജെംസോറോൺ ഇന്ത്യൻ ഹൈസ്കൂളിൽ പഠിക്കുന്നു. അവനവിടെ മീൻസ് അവനും ഈ കോവിഡിൻ്റെ ടൈമിൽ, അതായത് ഞാനിങ്ങനെ പരീക്ഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവനും ഒരു ഇൻട്രസ്റ്റ് തോന്നി. അങ്ങനെയാണ് ഞാൻ അവനെ പഠിപ്പിച്ചുകൊണ്ട്, മീൻസ് ആ സമയത്താണ് പഠിപ്പിക്കുന്നത്. അവന് നാട്ടിൽ പോകുമ്പോൾ മാക്രോ ഫോട്ടോസും ഒക്കെ ഞാൻ നടക്കുമ്പോൾ നമ്മൾ കാണിച്ചു കൊടുക്കുന്നതായിരിക്കുമല്ലോ കുട്ടികൾ ഫോളോ ചെയ്യുക. അപ്പോൾ വെറുതെ ഇങ്ങനെ ഇവിടുത്തെ ഒരു കുട്ടികളൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, നമ്മളിപ്പോൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അയ്യോ ചളി വെട്ടാൻ പറ്റില്ല, അതേ അവിടെ സ്പൈഡർ ഇരിക്കുന്നു, ഭയങ്കര പേടിയായിരിക്കും. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു സംഗതി കുട്ടിക്ക് ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ട് ഞാൻ കൂടുതലായിട്ട് ഒരു പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് കാര്യങ്ങളൊക്കെ. അങ്ങനെയൊക്കെ ഞാൻ അവനെ കൂടെ കൂട്ടാറുണ്ടായിരുന്നു. അങ്ങനെ ഫോട്ടോസ് ഇടയ്ക്കൊക്കെ എടുക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ഫുള്ളി ഞാൻ പറഞ്ഞ പോലെ ഫുൾ ഫ്ലെഡ്ജിലല്ല, പക്ഷെ എന്നാലും അവൻ എടുക്കുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഓഫ് ദി ഇയറിൻ്റെ അവാർഡ് കിട്ടിയത് മീൻസ് അത്യാവശ്യം എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതായത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ എന്ന രീതിയിൽ ഏറ്റവും വലിയൊരു ആദരവാണത്. അതൊരു ഓസ്കാർ ഓഫ് ദ വൈൽഡ് എന്നാണ് പറയാം. അപ്പോൾ അതിന് ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരു അവാർഡ് ലാസ്റ്റ് UK പോയിട്ടുണ്ടായിരുന്നു.
അതിൻ്റെ അവാർഡ് വാങ്ങിക്കാൻ വേണ്ടി റണ്ണറപ്പ് ആയിരുന്നു അവൻ. യങ് ക്ലോസപ്പ് ഫോട്ടോഗ്രാഫർ ഓഫ് ദി ഇയർ, അത് മൈക്രോയിൽ ഏറ്റവും നല്ലൊരു അവാർഡാണ്. ഒരുപാട് സാധ്യതകളുള്ള മേഖലയാണ്. ഫോട്ടോഗ്രാഫിയിലേക്ക് വരുന്നവരെ ചേർത്ത് നിർത്തുന്നുമുണ്ട് ദീപ. ഞാൻ ഇവിടെ വർക്ക്ഷോപ്പൊക്കെ ചെയ്യുന്നുണ്ട്, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി വർക്ക്ഷോപ്പ്. അതായത് മസായി മറയിൽ കൊണ്ടുപോയിട്ട് മീൻസ് ആളുകളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. പിന്നെ കുട്ടികളെയും ഞാൻ അതുപോലെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓരോ വർക്ക്ഷോപ്പൊക്കെ കണ്ടക്ട് ചെയ്തിട്ട് അങ്ങനെ ഇൻഡിവിജ്വൽ ക്ലാസ്സും കൊടുക്കുന്നുണ്ട്, അല്ലാതെയും ക്ലാസ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ ഞാൻ ലാസ്റ്റ് മസായി മറയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് ട്രിപ്പ് എന്ന് വരുന്നത് മാർച്ചിൽ, അതായത് March 4 to 8 ആണ്. ഒരു ഫോട്ടോ ക്യാമറയിൽ പതിയുന്നതിന് മുൻപ് ഫോട്ടോഗ്രാഫറുടെ മനസ്സിൽ പതിയുമെന്നാണ്. ദീപയുടെ ക്യാമറയിൽ നിന്ന് ഇനിയും വൈറൽ ഫോട്ടോകൾ പിറക്കട്ടെ.